പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് നമ്മളെ പറ്റി നമ്മള് ജിഹാദിയാണ്, ഉം. ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണെന്നൊക്കെ പറയുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന്. പിന്നെ അവിഹിത കഥകൾ, പല വേർഷൻ കഥകളാണ്. ഉം. താങ്ങാൻ പറ്റൂല. പിന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ കയറിയത്, അതൊന്നും എനിക്ക് ഞാന് റിസൈൻ ചെയ്ത അന്ന് ഞാൻ വാട്സപ്പില് ഞാൻ അമ്മയിലേക്ക് മെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വാട്സപ്പില് ശ്വേത ചേച്ചിക്ക് മെയിൽ പ്രസിഡന്റ് ഒഫീഷ്യലായിട്ട് മെയിൽ നൽകിയിരുന്നു, പരാതി നൽകിയിരുന്നു. പരാതിയല്ല, അമ്മയിൽ ഒഫീഷ്യലായിട്ട് ഞാൻ റെസിഗ്നേഷൻ ഫെബ്രുവരി 21 ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പക്ഷെ റീസൺ ഞാൻ ഇത് വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ ആ എന്റെ ജോലി തിരക്ക് കാരണം രാജിവെക്കുന്നു എന്നാണ് ഇട്ടിരുന്നത്. ഓക്കെ. അപ്പോൾ ജനറൽ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് യഥാർത്ഥ റീസൺ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ അപ്പോൾ ജനറൽ സെക്രട്ടറി അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതൊരു നോട്ട് ഇട്ട് തരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിനി ടോളറേറ്റ് ചെയ്യാൻ വയ്യ ചേച്ചി, ഞാൻ പല അഭിപ്രായങ്ങളും കമ്മിറ്റിയിൽ ഇരുന്ന് പറഞ്ഞതിന്റെ പേരിലാണ് എനിക്ക് ഇത്രയും എന്നെ ടോർച്ചർ ചെയ്തത്. ഉം. അപ്പൊ ഇനിയും ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ ഇനിയും ഇതിന്റെ പുറകെ നടക്കേണ്ടി വരും. എനിക്ക് അതിനുള്ള സമയമില്ല, അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനും വയ്യ. എനിക്ക് വയ്യ ചേച്ചി, എനിക്ക് ഇവന്റെ മാനസികാരോഗ്യമാണ് ഇപ്പൊ മുഖ്യം, എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല ചേച്ചി, എന്നെ നിർബന്ധിക്കേണ്ട, ഒന്നും വേണ്ട, എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു ശരി എന്ന് പറഞ്ഞു.